ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നതിൽ ഉറച്ച് നിൽക്കുകയാണ് പ്രതിപക്ഷം. മന്ത്രിമാരും ചില അംഗങ്ങളും സഭ്യതരമായ പരാമർശം നടത്തിയെന്നും സ്പീക്കർ അത് കേട്ടിട്ടും ശ്രദ്ധിച്ചില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ സഭാരേഖകളിൽ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളാണ് ചില അംഗങ്ങളോട് പറഞ്ഞത്. സാർ ഇപ്പോ അങ്ങ് പറഞ്ഞു ചീഫ് മാർഷലിന് പരിക്കേറ്റെന്ന്. സാർ ഈ ചീഫ് മാർഷൽ പണ്ട് കൈയൊടിഞ്ഞെന്ന് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ആളാണ്. അതൊന്നും പക്ഷേ ഞങ്ങളെ ആരും ഭയപ്പെടാൻ അന്നത്തെ ചീഫ് മാർഷൽ ഇപ്പൊ ഇല്ല. ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുകയാണ്. പക്ഷേ സാർ, ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വാമി അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ, അതിന് കൂട്ടുനിന്ന ആളുകൾ, വീണ്ടും ആളുകളെ ക്ഷണിച്ചു വരുത്തിയ ആളുകൾ, അവർക്കെതിരായി നടപടിയെടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തിയായി ഞങ്ങളുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ പലതും ഇന്നലെയും പറഞ്ഞതും പാർലമെന്റേതരമായ കാര്യങ്ങളാണ് സാർ. യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് പറ്റിയത് സാർ, ഒരു ആവേശത്തിൽ കിണറിലിറങ്ങിപ്പോയി സാർ. വേറൊരു ആവേശത്തിൽ കിണറിന് കയറാൻ പറ്റില്ല എന്നുള്ളത് പഠിച്ചില്ല. അതാണ് പറ്റിപ്പോയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാർ. ഇതുപോലെ ആവനാഴിയിൽ അമ്പുകളില്ലാതെ നിസ്സഹായരായ ഒരു പ്രതിപക്ഷം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലേ സാർ? ആദ്യം അടിയന്തര പ്രമേയം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് സാർ, ഓരോ ദിവസവും